കേരളത്തിൽ നിപ്പ സ്ഥിരീകരിച്ചു. കോഴിക്കോട് ചികിത്സയിലുള്ള 14-കാരന് നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നു. പൂനെ ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം പോസിറ്റീവ്. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയാണ് ഈ 14-കാരൻ. നേരത്തെ കോഴിക്കോടുള്ള വൈറോളജി ലാബിലെ പരിശോധനയിലും നിപ്പ സ്ഥിരീകരിച്ചിരുന്നു. പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലം വന്നാൽ മാത്രമേ അന്തിമ സ്ഥിരീകരണം ആകുകയുള്ളൂ എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലം എത്തിയിരിക്കുന്നു. അതിലും നിപ്പ വൈറസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. നിപ്പ വൈറസ് ബാധയുടെ ലക്ഷണം കണ്ടതിനെ തുടർന്ന് ഇന്നലെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് മാറ്റുകയായിരുന്നു ഈ കുട്ടിയെ. കേരളത്തിൽ നിപ്പ സ്ഥിരീകരിക്കുന്നത് 5ാം തവണയാണ്. മഞ്ചേരിയിൽ 30 പ്രത്യേക വാർഡുകൾ ആരംഭിച്ചു. കൺട്രോൾ റൂമും ആരംഭിച്ചു. മലപ്പുറത്തും കൺട്രോൾ റൂം തുറന്നിരിക്കുകയാണ്. 3 കിലോമീറ്റർ പരിധിയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലപ്പുറത്തും കോഴിക്കോടും ജാഗ്രതാ നിർദ്ദേശം നൽകി. മാസ്ക് നിർബന്ധമായും ധരിക്കണം. അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണം. സമ്പർക്ക പട്ടിക ശാസ്ത്രീയമായി തയ്യാറാക്കും. കുട്ടിയുമായി സമ്പർക്കം ഉണ്ടായവരെ നിരീക്ഷണത്തിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ കുട്ടിയുമായി സമ്പർക്കമുള്ള ഒരാൾക്ക് പനി ബാധിച്ചിട്ടുണ്ട്. അയാൾ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. അയാളുടെയും സ്രവം ശേഖരിച്ചു കഴിഞ്ഞു. രോഗബാധയുടെ പ്രഭവ കേന്ദ്രം പാണ്ടിക്കാടാണ്. സാധാരണ വവ്വാലുകളാണ് വൈറസുകളുടെ ഉറവിടം. വവ്വാലുകൾ കഴിച്ച പഴവർഗ്ഗങ്ങൾ കഴിച്ചാലും അവയുടെ സ്രവങ്ങൾ മൂലവും രോഗം ബാധിക്കാൻ ഇടയാകും. കുട്ടിക്ക് രോഗം ബാധിക്കാനുള്ള കാരണം കണ്ടെത്തി വരികയാണ്. പനി ബാധിച്ചതിനെ തുടർന്ന് കുട്ടി ഡോക്ടറിൽ നിന്ന് ചികിത്സ തേടിയിരുന്നു. അതിനുശേഷം 2 സ്വകാര്യ ആശുപത്രികളിലും ചികിത്സ തേടി. പിന്നീടാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിയത്. കുട്ടിയുടെ നില ഇപ്പോൾ ഗുരുതരമാണ്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നും മന്ത്രി വ്യക്തമാക്കി. നിപ്പ രോഗബാധയാണെങ്കിൽ മോണോക്ലോണൽ ആന്റിബോഡിയാണ് നൽകേണ്ടത്. 2023 നിപ്പ വ്യാപനത്തെ തുടർന്ന് വിദേശത്ത് നിന്ന് വാങ്ങിയ മോണോക്ലോണൽ ആന്റിബോഡി NIV പൂനെയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. രോഗം സംശയിക്കപ്പെട്ട സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് കത്തയച്ചതിനെ തുടർന്ന് NIV അധികൃതർ മോണോക്ലോണൽ ആന്റിബോഡി കേരളത്തിലേക്ക് അയച്ചിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെ മോണോക്ലോണൽ ആന്റിബോഡി എത്തുമെന്നും മന്ത്രി അറിയിച്ചു. അതുപോലെ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 30 മുറികൾ മാറ്റിവെച്ചിട്ടുണ്ട്. 6 ബെഡുകളുള്ള ICU ഒരുക്കി കഴിഞ്ഞു. 14-കാരന്റെ പ്രൈമറി, സെക്കൻഡറി, ഹൈറിസ്ക് കോണ്ടാക്റ്റുകൾ കണ്ടെത്തി വരികയാണ്. കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവരെല്ലാം ഐസൊലേഷനിൽ കഴിയണം. 24 മണിക്കൂർ കൺട്രോൾ റൂം, റെസ്റ്റ് ഹൗസിൽ പ്രവർത്തനം ആരംഭിച്ചു. 2018 ആദ്യമായി കേരളത്തിൽ നിപ്പ സ്ഥിരീകരിച്ചത്. ഇതുപോലുള്ള വാർത്തകൾ അറിയുന്നതിന് വേണ്ടി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.